ഒരു 3 to 4 ഡേയ്സിൻ്റെ ലക്ഷദ്വീപ് ട്രാവല് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ. സോ വെൽക്കം. ആസ് യു ക്യാൻ സീ, നമ്മളിങ്ങനത്തെ ഒരു കുഞ്ഞി ഫ്ലൈറ്റിലാണ് പോകുന്നത്, കൊച്ചി ടു അഗത്തി. അഗത്തിയാണ് ലക്ഷദ്വീപിൽ എയർപോർട്ടുള്ള ഒരേ ഒരു ഐലൻഡ്. അഗത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് അറൌണ്ട് 7 കിലോമീറ്റർ മാക്സിമം ലെങ്ത്തും ബിലോ 1 കിലോമീറ്റർ വിഡ്ത്തുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അവിടുത്തെ എയർപോർട്ടിൻ്റെ സൈസും റൺവേ ഒക്കെ ചെറുതായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സ്മോളർ എയർക്രാഫ്റ്റ്സ് അങ്ങോട്ടേക്ക് സർവീസ് നടത്തുന്നത്. ഈ അഗത്തി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യുമ്പോൾ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ റൺവേന്റെ 2 സൈഡിലും നിങ്ങൾക്ക് കടൽ കാണാൻ പറ്റും. രാവിലെ 10:30 തന്നെ നമ്മൾ എത്തിയത് ഉച്ചക്ക് 2 മണിക്കാണ്. നമ്മൾ ഫ്ലൈറ്റ് അലയൻസ് എയറേനു. അതെന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ചീപ്പർ പ്രൈസിന് കിട്ടും. പക്ഷേ ഇങ്ങനത്തെ ഡിലേയിങ്ങും ക്യാൻസലേഷൻസും ഒക്കെ എക്സ്പെക്ട് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ചീപ്പർ ഫ്ലൈറ്റ് ഓപ്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഗോവയിൽ നിന്ന് ബുക്ക് ചെയ്യുക. Fly 91 എന്ന് പറഞ്ഞൊരു ഫ്ലൈറ്റ് ബിലോ 3000 ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് ടിക്കറ്റ് പ്രൈസ് പ്രശ്നമില്ല. ഓൺ ടൈം ഫ്ലൈറ്റ് ആണ് വേണ്ടിയെങ്കിൽ എപ്പോഴും ഇൻഡിഗോ ബുക്ക് ചെയ്യാം. അഗത്തി എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചെറിയ വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. ഒരു ഡോറിൽ കൂടെ നമുക്ക് വന്നിട്ട് നമ്മൾ ലഗേജസ് ഒക്കെ തരും, അതൊക്കെ കളക്ട് ചെയ്യാം. നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് റൂമിലേക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ള ക്യാബ് വന്നിട്ടുണ്ട്. ഇത് പ്രൊവൈഡ് ചെയ്തത് നമ്മുടെ ടൂർ പാക്കേജാണ്. ലക്ഷദ്വീപ് വരുന്നതിന് മുന്നേ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കേരള പോലീസിൻ്റെ പോൾ ആപ്പ് വഴി ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കണം. ഈ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 700 റുപ്പീസാണ് പെർ ഹെഡ് വരുന്നത്. എന്നിട്ട് ഇത് വെച്ചിട്ട് ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റ് എടുക്കണം. ഇതെടുത്ത് തരുന്നത് നമ്മൾ ആരാണോ കൊണ്ടുപോകുന്നത് അവരാണ്. ഇതിന് 3000 ആണ് പെർ ഹെഡ് വരുന്നത്. നിങ്ങൾ കുറേ ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ആ കോസ്റ്റ് ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ റൂമിലേക്ക് പോകുമ്പോൾ കാണാൻ പറ്റുന്നത് 2 സൈഡിൽ കടലും കുറേ തെങ്ങുകളും ഇതിൻ്റെ ഒക്കെ നടുവ് കൂടെ കോൺക്രീറ്റ് ഇട്ടൊരു ചെറിയ റോഡും. ഇതാണ് അത്ര ഇവിടുത്തെ ഏറ്റവും വലിയ മെയിൻ റോഡ്. പിന്നെ എയർപോർട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പിന് ക്യാബിന് പകരം ഓട്ടോ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി റേറ്റ് കുറയ്ക്കാം. ഇതാണ് നമുക്ക് പ്രൊവൈഡ് ആയിട്ടുള്ള ഹോം സ്റ്റേ. APK ഹോം സ്റ്റേ എന്നാണ് പേര്. ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്, ഒരു ബാൽക്കണി ഉണ്ട്, ഒരു കിച്ചൺ ഉണ്ട്. അത്യാവശ്യം വേണ്ട കുക്കിംഗ് ഒക്കെ ചെയ്യാം. നമ്മൾ വന്നത് മാർച്ച് മന്തിലാണ്, അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. ഇവിടെ പൊതുവേ സമ്മറിലാണ് സീസൺ, കാരണം വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവുക ആ സമയത്താണ്. പക്ഷെ ഡിസംബറിൽ വന്നാൽ മേ ബി തണുപ്പുണ്ടാവുമായിരിക്കും. അതർവൈസ് കേരളത്തിൽ അതേ ക്ലൈമറ്റ് ആണ്. അങ്ങനെ ലഞ്ച് കഴിച്ചൊരു നാപ്പ് കൊടുത്ത് ഈവനിങ് ആയപ്പോൾ ഒന്ന് റൂമിൻ്റെ പുറത്തിറങ്ങി. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരാൾക്ക് 600 വെച്ചിട്ടാണ്. അത് നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് തരും. വേണ്ട സമയത്തും വേണ്ടതുപോലെയും പാക്കേജിനുള്ള ആൾക്കാരോട് പറഞ്ഞാൽ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ റൂം എടുത്തത് ഈസ്റ്റ് സൈഡ് ഓഫ് അഗത്തിയാണ്. അതുകൊണ്ട് നമ്മൾ റൂമിൻ്റെ അടുത്ത് ഈസ്റ്റേൺ ജെട്ടി പുറത്തിറങ്ങിയപ്പോൾ തന്നെ കാണാൻ പറ്റി. അതേപോലെ ഏത് ബീച്ച് സൈഡിൽ നമുക്ക് ഇതേപോലത്തെ കുറേ ഡെഡ് പീസസ് ഓഫ് കോറൽസ് കാണാം. ഇത് കുറച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞ് സാൻഡായി മാറി തീരുമ്പോലും. ലോക്കൽ സൈറ്റ് സീയിങ് ആണ് ഇനി അടുത്ത പ്ലാന്. ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യാബ്, ഓട്ടോ, ബൈക്ക് ആൻഡ് സൈക്കിളാണ്. ക്യാബും ഓട്ടോ നമുക്ക് എടുക്കുക എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ചീപ്പ് ഓപ്ഷൻസ് ബൈക്ക് ആൻഡ് സൈക്കിളാണ്. ബൈക്കാണെങ്കിൽ പെർ ഡേ 200, എക്സ്ട്രാ 250 പെർ ലിറ്റർ ഓഫ് പെട്രോൾ വെച്ചിട്ട്. ഇവിടെ പെട്രോൾ പമ്പില്ല, റേഷനായിട്ട് മാത്രമേ പെട്രോൾ കിട്ടുള്ളൂ. പിന്നെ അടുത്ത ഓപ്ഷൻ സൈക്കിളാണ്. അത് പെർ ഡേ 100 ആണ്. സൈക്കിൾ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാന്. പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ റിസോർട്ട്സ് ഒക്കെ കാണാം. ഇവിടെ പിന്നെ കൂടെ വൈറ്റ് മണ്ണായതുകൊണ്ട് അതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കോറൽ ബേസ്റ്റ് എന്ന പേര്. അപ്പോഴാണ് 2 ലേഡീസ് ഇരുന്നിട്ട് ഈ അട എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നത് കണ്ടത്. റംസാൻ ആയതുകൊണ്ട് ഇഫ്താറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. അതിൻ്റെ 2 പീസ് വരെ നമുക്കും തന്നെ. കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോൾ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ഒരു ചെറിയ ലൈറ്റ് ഹൗസ് ആണ്. പിന്നെ ഞാൻ ആകെ കൂടി കണ്ട ഒരു പശുവാണ് ഇവിടെ. ഇവിടെ പട്ടിയൊന്നുമില്ല, കുറേ ആടുകൾ ഉണ്ടാവലുണ്ട്. നോമ്പായതുകൊണ്ട് വൈകുന്നേരം ഇങ്ങനെ റോഡ് സൈഡിൽ സ്നാക്സ് വെക്കുന്ന ആൾക്കാരൊക്കെ കാണാം. അങ്ങനെ നമ്മൾ നടന്ന് ഏറ്റവും നോർത്ത് സൈഡ് ഓഫ് അഗത്തി എത്തി. ഇതാണ് ലഗൂൺ ബീച്ച്. ഇവിടുന്ന് തിരിച്ച് പോകുമ്പോൾ സൈക്കിൾ റെന്റിനും എടുത്തിട്ട് റൂമിൽ പോകാന്നുള്ളതാണ് പ്ലാന്. നല്ല കറക്റ്റ് സമയത്ത് എത്തിയോണ്ട് നമുക്ക് നല്ല സൺസെറ്റ് ഒക്കെ കിട്ടി. കോയാസ് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് സൈക്കിൾ റെന്റിന് എടുത്ത് എന്നിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനൊരു സ്ഥലമൊക്കെ കണ്ടപ്പോൾ റെസ്റ്റ് ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ എത്തുന്നത് വെസ്റ്റേൺ ജെട്ടിലാണ്. ഇവിടെ ആൾക്കാർ ഭയങ്കര ആക്റ്റീവാണ്, എസ്പെഷ്യലി റംസാൻ നൈറ്റിലൊക്കെ. എല്ലാവരും പല ടൈപ്പിലും ഇവിടെ ഫിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വെള്ളത്തിൻ്റെ ഇടയിൽ ഭയങ്കര ക്ലിയർ ആയിട്ട് ഫിഷിനെയൊക്കെ കാണാൻ പറ്റും. അത്ര ക്ലിയർ ആൻഡ് ക്ലീൻ ആൻഡ് ബ്ലൂ ആണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളറ്. ഈ വെസ്റ്റേൺ ജെട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു കഫേ ഇവിടെ ഉണ്ട്. ഫിഷ് കട്ട്ലറ്റ് ഒക്കെ പോലത്തെ വെറൈറ്റി ഐറ്റംസ് കിട്ടും. നല്ല വൈബായിട്ടുള്ള കഫേയാണ്. പിന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ബീച്ച് റോഡിൽ ഇങ്ങനെ ഫിഷ് ഗ്രില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥലം കണ്ടത്. അപ്പോൾ നമ്മളും ഒരു ഫിഷ് ഗ്രില്ലേക്ക് ഓർഡറൊക്കെ ചെയ്ത് അതൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ ഡേ 1 ഇവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഒരു സൈക്കിൾ റൈഡ് ചെയ്യാനാണ് പ്ലാന്. അഗത്തിൻ്റെ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക്
റോഡൊക്കെ കാലിയാണ്, ഷോപ്സ് ഒക്കെ ക്ലോസ്ഡ് ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ റംസാനിൽ ഇങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം. രാവിലെ ഭക്ഷണം കഴിച്ച് 4 മണി 5 മണിയായിട്ട് ഉറങ്ങിയാൽ പിന്നെ എനിക്കൊരു ഉച്ച വൈകുന്നേരം ആകുമ്പോഴാണ്. പിന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ് ഓപ്ഷൻസ് അകത്തിയിലില്ല, റംസാനായ എസ്പെഷ്യലി ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ പാക്കേജിൻ്റെ ആൾക്കാരോട് തന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ പറയുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. പിന്നെ റോഡ് ഇങ്ങനെ കാലിയായി നിൽക്കുന്നത് നോക്കണ്ട, ഒരു ഈവനിങ് ഒക്കെ ആയാലും അത്യാവശ്യം ബൈക്സും കാസും ഒക്കെ റോഡിലുണ്ടാവും. പണ്ടത്തെ പോലെ തീരെ വണ്ടിയില്ലാത്ത സിറ്റുവേഷൻ അല്ല ഇപ്പം ഉള്ളത്. ഇപ്പൊ നമ്മൾ ഇന്നലെ രാത്രി നമ്മൾ വന്ന ബീച്ച് റോഡിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ റൂം എടുത്തത് ഈസ്റ്റേൺ ജെട്ടിന്റെ അടുത്താണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ബീച്ച് റോഡിന്റെ അടുത്തായിട്ടോ വെസ്റ്റേൺ ജെട്ടിന്റെ അടുത്തായിട്ടോ റൂം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. റോഡ് സൈഡിൽ ഇതേപോലത്തെ നല്ല രസമുള്ള നല്ല ബീച്ചസ് ഒക്കെ കാണാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ഹോസ്പിറ്റൽ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലത്തെ കുറെ കിണറുകൾ കാണാം. എനിക്ക് തോന്നുന്നത് ഉപ്പ് വെള്ളം ഇല്ലാത്ത നല്ല വെള്ളം ഡ്രിങ്കിങ്ങിനൊക്കെ ആയിട്ടുള്ളത് ഇങ്ങനത്തെ കിണറിനാണ് ഇവർക്ക് കിട്ടുന്നത്. പിന്നെ ലക്ഷദ്വീപിലേക്ക് ഷിപ്പിൽ വരാൻ പ്ലാൻ ചെയ്യേണ്ട. കാരണം എന്താ വെച്ചാൽ കറന്റ്ലി ഒരു ഷിപ്പ് മാത്രമേ റണ്ണിങ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. ഇനിയിപ്പോൾ കിട്ടിയാൽ തന്നെ ഭയങ്കര ഡിലേ വരും. മൊബൈൽ നെറ്റ്വർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ പണ്ട് മുതൽ ഇവിടെ എയർടെലും BSNL ആണ് വർക്കിംഗ് ആയിട്ടുള്ളത്. റീസെന്റ് വോഡഫോൺ ഓൾസോ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റേഞ്ച് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്നത് മലയാളമല്ല, ജസരി എന്ന് പറഞ്ഞൊരു ഭാഷയാണ്. ഓൾമോസ്റ്റ് സിമിലർ ടു മലയാളമാണ്. ഒരു കാസർഗോഡ് കണ്ണൂർ സ്ലാങ് ഒക്കെ ഉള്ള പോലെ തോന്നും. പിന്നെ നല്ലോണം നോട്ട് ചെയ്താൽ മനസ്സിലാവും. ചില വേർഡ്സ് ഒക്കെ നമുക്ക് മനസ്സിലാവും. പ എന്ന ലെറ്ററിന് പകരം ഫ എന്നൊക്കെയാണ് അവർ യൂസ് ചെയ്യുക. റൈഡ് ചെയ്ത് നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എയർപോർട്ടിന്റെ സൈഡ് എത്തിയിട്ടുണ്ട്. എവിടെ നോക്കിയാലും ഇങ്ങനെ ബ്ലൂ കളറിലുള്ള കടൽ മാത്രമാണ് കാണാൻ പറ്റുക. ഇത് എയർപോർട്ടിന്റെ അടുത്തുള്ള സീഷൽ ബീച്ച് റിസോർട്ട് ഉണ്ട്, അതിൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ള ഏരിയ ആണ് ഇതൊക്കെ വരുന്നത്. ലക്ഷദ്വീപിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് ഡീസലിനാണ്. ഇതാണ് ഇവിടുത്തെ ഒരു പവർ ഹൗസ്. പിന്നെയും കുറെ റൈഡ് ചെയ്തിട്ട് നമ്മൾ മറ്റേ ഓപ്പോസിറ്റ് സൈഡിലെത്തി, ലഗൂൺ ബീച്ചിന്റെ സൈഡിൽ. അവിടുന്ന് കുറച്ചും ഊഞ്ഞാലൊക്കെ ആടി. നല്ല ചൂടായതുകൊണ്ട് ഇതേപോലത്തെ ഓലനെ കൊണ്ടുണ്ടാക്കി കുറെ ഷെഡിലൊക്കെയാണ് ആൾക്കാർ ഇങ്ങനത്തെ ചൂടുള്ള സമയത്തൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഒന്ന് റൂമിൽ പോയി ലഞ്ചൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്ത് ഈവനിങ് ആയപ്പോൾ പിന്നെയും സൈക്കിൾ എടുത്ത് ഇറങ്ങി. ഓൺ ദ വേ ഒരു ലൈബ്രറി കണ്ട്. അവിടെ കയറി നോക്കിയപ്പോൾ ഒരുപാട് ബുക്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ട് ഒരു ആൽമരം കാണാൻ പറ്റും. ഇതിൻ്റെ അടുത്തായിട്ട് ഒരു മുബാറക് റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയാൽ എപ്പോഴും ഫുഡ് അവൈലബിൾ ആണെന്നാണ് അറിയാൻ പറ്റിയത്. പിന്നെ നേരെ സൺസെറ്റിനായിട്ട് അഗത്തി ബീച്ചിലേക്ക് പോയി. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ വെസ്റ്റേൺ ജെട്ടി ഉള്ളത്. അപ്പോൾ അവിടെ ഒരു ബോട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ട്യൂണ ഫിഷിനെ പിടിച്ചിട്ട് കുറേ ആൾക്കാർ അവിടെ നിന്ന് തന്നെ വാങ്ങുന്നതും കാണാൻ പറ്റും. ഇവർ മെയിനായിട്ട് ട്യൂണ ഫിഷ് യൂസ് ചെയ്യുന്നത് എക്സ്പോർട്ട് ചെയ്യാനാണ്. പിക്കിൾസ് ആയിട്ടും പിന്നെ ഡ്രൈ ആക്കിയിട്ട് മാസ് എന്ന് പറഞ്ഞൊരു ഐറ്റം ആക്കിയിട്ടൊക്കെ. ട്യൂണ ഫിഷാണ് ഇവരെ ഫേവറേറ്റ് ഒരു ഫിഷ് ഇവിടുത്തെ. വെള്ളം നല്ല ക്ലിയർ ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ ഇടയിൽ ഭയങ്കര ക്ലിയർ ആയിട്ട് കുറേ ഫിഷിനെ കാണാൻ പറ്റും. അങ്ങനെ നല്ലൊരു സൺസെറ്റൊക്കെ കിട്ടിയിട്ട് നേരെ നമ്മൾ പോയത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഇഫ്താറിന് വേണ്ടിയിട്ടാണ്. ദ്വീപുകാരെ സ്പെഷ്യൽ ഐറ്റം ആയ കിലാഞ്ചി, ഫിഷ് കട്ട്ലറ്റ്, മീൻകറി ഇതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റി. പിന്നെ ദ്വീപിൽ പോയാൽ ദ്വീപുണ്ട, പിന്നെ തെങ്ങിനെടുക്കുന്ന മീര ഇതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. വല വീശി ഫിഷിനെ പിടിക്കുന്ന ഒരാളെ കണ്ട്. ഇതാണ് ഫിഷറീസ് ജെട്ടി. ഇത് ഒരുപാട് ഫിഷിന് ഒറ്റ വലയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ വലയിൽ നിന്ന് ഇതിനെ സെപ്പറേറ്റ് ആക്കി എടുക്കൽ നല്ല ടാസ്ക് ഉള്ളൊരു പരിപാടി തന്നെയാണ്. ലക്ഷദ്വീപിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവരുന്നത് കേരളത്തിൽ നിന്നാണ്. ഇങ്ങനത്തെ ലോഡ്സ് കൊണ്ടുവരുന്ന വലിയ വലിയ ഷിപ്സിൽ അത് എത്തുന്ന സ്ഥലമാണ് ഈസ്റ്റേൺ ജെട്ടി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ Day 2 കഴിയാണ്. Day 3 നിയർ ബൈ ഐലൻഡ്സ് ആയ തിന്നക്കര ആൻഡ് ബംഗാരം വിസിറ്റ് ചെയ്യാനാണ് പ്ലാന്. കൂടെ സ്നോർക്കലിങ്ങും. ഇതിന് ഒരാൾക്ക് 700 + 400 ആണ് കോസ്റ്റ് വരുന്നത്. ഇതുപോലത്തെ വലിയ ബോട്ടിലാണ് പോകുന്നത്. എക്സ്ട്രാ ആക്ടിവിറ്റീസ് ആയ ഐലൻഡ് വിസിറ്റ്, നൈറ്റ് ഫിഷിംഗ്, സ്കൂബ ഡൈവിംഗ് ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയ പാക്കേജസും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഇത് നമുക്ക് ചൂസ് ചെയ്യാം. എല്ലാ പാക്കേജസിന്റെ ഡീറ്റെയിൽസും എക്സ്ട്രാ ആക്ടിവിറ്റീസിന്റെ ഡീറ്റെയിൽസും കോൺടാക്ട്സ് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബോട്ടിലത്തെ ഓപ്പറേറ്റേഴ്സിൽ ഒരാൾ ഇതുപോലത്തെ വലിയൊരു ഫിഷിനെ പിടിച്ച് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടേനു. ഈ കാണുന്നതാണ് സാൻഡ് ബാഗ് എന്ന് പറഞ്ഞ ഏരിയ. ഇവിടെ ഈവനിങ് ആകുമ്പോൾ വേലിയിറൊക്കെ ഉണ്ടാവും. അതായത് നമുക്ക് മണ്ണ് കാണാൻ പറ്റും, അതിലൂടെ നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റും. ഇവിടെ ഡെപ്ത് കുറവായതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഇവിടുത്തെ സ്നോർക്കലിങ്ങിൻ്റെ പ്രാക്ടീസ് ചെയ്യാണ്. കാരണം ആക്ച്വൽ സ്നോർക്കലിംഗ് ചെയ്യുന്ന സ്ഥലത്ത് കുറച്ചും കൂടെ ഡെപ്ത് ഉണ്ടാവും.
നമ്മൾ തിന്നക്കര പറഞ്ഞ ഐലൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് അത്യാവശ്യം കളിക്കുകയും സ്വിം ചെയ്യുകയും ഒക്കെ ചെയ്യാം. ബീച്ച് സൈഡിൽ തന്നെ ഇങ്ങനെയൊക്കെ ഒരു സ്വിങ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക. ഇവിടെ നമുക്ക് സ്ഥിരമായിട്ട് താമസിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റില്ല. ടെമ്പററി ആയിട്ട് ഷെഡ് കെട്ടി താമസിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എക്സ്ട്രീം വെതർ കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ ഇവിടെ വെള്ളം കയറുകയും ചെയ്യും. ഇവർ വേറെ ദ്വീപിലേക്ക് പോയിട്ട് താമസിക്കും. ഇവർ കിച്ചൺ സെറ്റിങ്സ് ഒക്കെ ഇതാ ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. വീടിൻ്റെ ഉള്ളിൽ ഫുൾ മണ്ണാണ്. ഒരു അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് കിച്ചൺ ഉണ്ട്. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഫിഷസ് ഒക്കെ പുറത്തിട്ടാൽ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഇവിടെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ കുറേ പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കൺസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം പുറത്ത് കാണാൻ പറ്റും. റീസെന്റ് റിന്യൂ ചെയ്ത ഒരു ലൈറ്റ് ഹൗസ് ആണ് ഈ കാണുന്നത്. ലഞ്ച് പാക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് ബോട്ടിൽ നിന്ന് കഴിച്ച് സ്നോർക്കലിംഗ് ഒക്കെ കഴിഞ്ഞ് തിന്നക്കരം വിസിറ്റ് ചെയ്ത് നമ്മൾ തിരിച്ചു പോകാൻ തുടങ്ങി. രാവിലെ കണ്ട സാൻഡ് ബാങ്ക് വേറെ സ്ഥലത്ത് നമ്മൾ ഇറങ്ങി. നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ്. അവിടെ കുറേ ടീം ഡാൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളും അതിലൊക്കെ ജോയിൻ ചെയ്ത് ഭയങ്കര എൻജോയബിൾ ചെയ്യുന്നു അതൊക്കെ. പിന്നെയും തിരിച്ച് ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും ഡോൾഫിനെ കാണുന്ന എക്സൈറ്റ്മെന്റിലാണ്. ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ അഗത്തി ഐലൻഡിൽ തിരിച്ചെത്തി. അത് കഴിഞ്ഞ് റൂമിലെത്തി രാത്രി 9:30 ആയപ്പോൾ നൈറ്റ് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഗെറ്റ് റെഡി ആവുകയാണ്. രാത്രി ഇങ്ങനെ കാമായിട്ടുള്ള സീനെ കാണാൻ ഭയങ്കര റിലീവിങ് എക്സ്പീരിയൻസ് ആണ്. ഇതേപോലെ ഒരു മാസ്കും ഈ പൈപ്പും സ്പെക്സ് ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ നൈറ്റ് ഫിഷിങ്ങിൻ്റെ സ്നോർക്കിലിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഈ പൈപ്പിലൂടെയാണ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്. വായനോണ്ട് മാത്രമാണ്. നമ്മൾ നോസ് ഇവിടെ യൂസ് ചെയ്യാനേ ചെയ്യൂല. നമ്മൾ ഓക്കെ ആണെന്ന് കണ്ടാൽ നമ്മളെ കൈ പിടിച്ചിട്ട് ഫിഷസ് ഉള്ള ഏരിയയിലേക്കൊക്കെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോകും. ഇവർ മീനിനെ കുത്താന്നാണ് പറയുക. അതായത് ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സ്റ്റിക്ക് കൊണ്ട് മീനിനെ കുത്തിയിട്ടാണ് ഇവർ പിടിക്കുന്നത്. അത് നമുക്ക് ഇവരെ കൂടെ പോയിട്ട് ലൈവായിട്ട് കാണാൻ പറ്റും. ഇതാണെങ്കിൽ നൈറ്റ് വ്യൂ ആണ് കിട്ടുക. പകലുള്ള വ്യൂ കാണണമെങ്കിൽ നമ്മൾ പകലുള്ള തിന്നക്കര പോയപ്പോൾ സ്നോർക്കലിംഗ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. വെള്ളത്തിൻ്റെ ഇടയിൽ നിന്ന് കിട്ടുന്ന കവടി എന്ന് പറയുന്ന റൈറ്റാണത്. നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് രാമനെ പിടിച്ചിട്ടുണ്ട്. ഈ നൈറ്റ് ഫിഷിങ്ങിന് ഒരാൾക്ക് 1000 വെച്ചിട്ടാണ് വരുന്നത്. ഫിഷിങ്ങിന് പോയാൽ നമുക്ക് കിട്ടുന്ന എല്ലാ ഫിഷിനും അൺലിമിറ്റഡ് ആയിട്ട് ഫിഷ് ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. നമുക്ക് ഇന്ന് കിട്ടിയ ഫിഷസ് ആണ് ഈ കാണുന്നത്. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു നൈറ്റ് ഫിഷിങ്ങിന് പോയപ്പോൾ. എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി ഫ്രഷായി ഫിഷിൻ്റെ ഗ്രില്ലൊക്കെ കഴിച്ച് അങ്ങനെ നമ്മളെ ഡേ 3 ഇവിടെ കഴിയാണ്. നമ്മൾ ഡേ 4 സ്റ്റാർട്ട് ചെയ്യുന്നത് കയാക്കിങ് വെച്ചിട്ടാണ്. സ്ക്യൂബ ഡൈവിങ് നമ്മൾ കൊടുക്കുന്ന 3500 റുപ്പീസിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് ഈ കയാക്കിങ്ങും. ഏറ്റവും ചീപ്പായിട്ട് വാട്ടർ ആക്ടിവിറ്റീസ് കിട്ടുന്ന സ്ഥലവും ലക്ഷദ്വീപ് തന്നെയാണ്. സ്വിമ്മിങ് അറിയാത്ത ആൾക്കാർക്കൊക്കെ വളരെ കൂളായിട്ട് ഇവിടുത്തെ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാം. അവരെല്ലാ ഹെൽപ്പും ഈ ഗൈഡ്സ് നമുക്ക് ചെയ്തു തരും. അതേപോലെ സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഡേ എപ്പോഴും ഭയങ്കര സണ്ണുള്ള ഡേ ആയിരിക്കണം. ക്ലൗഡി വെതർ ഫോർകാസ്റ്റ് നോക്കുമ്പോൾ ക്ലൗഡി ആണ്, റെയിനി ആണ്, അല്ലെങ്കിൽ മഴ വരാൻ സാധ്യത ഉണ്ട് കാണുകയാണെങ്കിൽ നമുക്ക് താഴെ പോയാൽ കാണുന്ന വിഷ്വൽസ് ഒക്കെ കുറച്ചൊന്ന് കുറയുമായിരിക്കും. നല്ല സൺ ഉണ്ടെങ്കിലാണ് ഏറ്റവും നല്ല വിഷ്വൽസ് സ്ക്യൂബ ചെയ്യുമ്പോൾ കിട്ടുക. ഇനി സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കടലിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ഇറങ്ങുന്നതിന് മുന്നേ എല്ലാ ഇൻസ്ട്രക്ഷൻസും തരും. എങ്ങനെ വെള്ളത്തിൻ്റെ ഇടയിൽ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെയാണ് വായന കൊണ്ട് മാത്രം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക, ഇതൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ഓക്കെ ആണ് ഇങ്ങനെയാണ് നമ്മൾ ഹാൻഡ് സിഗ്നൽ കൊടുക്കുക. ഇതാണ് കടൽ പാമ്പ് അല്ലെങ്കിൽ സീ ഈൽ എന്ന് പറയുന്ന സാധനം.
സ്ക്യൂബ ഡൈവിംഗ് ലക്ഷദ്വീപിൽ വന്നിട്ട് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ടാണ്. ഈവൻ സ്നോർക്കലിംഗ് നിങ്ങൾ സ്കിപ്പ് ചെയ്താലും സ്ക്യൂബ ഡൈവിംഗ് എന്തായാലും സ്കിപ്പ് ചെയ്യരുത്. സ്ക്യൂബ ഡൈവിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ സൈക്കിൾ എടുത്തിട്ട് നേരെ വന്നത് അന്താം ബീച്ചിലേക്കാണ്. ലോക്കൽ സൈറ്റ് സീയിങ് ചെയ്ത ദിവസം കാണാൻ മിസ്സായ ഒരു ബീച്ചാണിത്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് ഫോട്ടോ ഫ്രെയിംസും നല്ല കളർഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സും ഒക്കെ ഉള്ള ഒരു ബീച്ചാണത്. മാക്സിമം ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇനി റൂമിൽ പോകണം, ലഞ്ച് കഴിക്കണം, തിരിച്ചു വരണം. കൽപ്പിത്തി ഐലാൻഡ് വിസിറ്റ് ചെയ്യണം. അത് വിസിറ്റ് ചെയ്യുന്നത് ഒരു ഗ്ലാസ് ബോട്ടം ബോട്ടിലാണ്. ഇങ്ങനെ ബോട്ടിന്റെ ബോട്ടം സൈഡിൽ ഗ്ലാസ് ആയിരിക്കും, ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് കടലിന്റെ അടിയിലുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കൽപ്പിത്തി ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. അകത്തിന്റെ തൊട്ട് താഴത്തുള്ള ഒരു കുഞ്ഞി ഐലൻഡാണിത്. ഇവിടെ ആൾക്കാരൊന്നും താമസിക്കുന്നില്ല. ഇത് ഉള്ളിലേക്ക് കയറിയാൽ ഇതുപോലത്തെ കുറെ കണ്ടൽക്കാടുകളൊക്കെ കാണാൻ പറ്റും. വേറൊരു സൈഡിൽ ഇതുപോലത്തെ കുറച്ച് റോക്സ് ഒക്കെ ഏരിയ ഉണ്ട്. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. നമ്മൾ തിരിച്ചു വരികയാണ്. അഗത്തിയിലേക്ക് തന്നെ ബോട്ട് റൈഡ് ചെയ്യാനൊക്കെ സമ്മതിക്കും അവര്. ഗ്ലാസ് ബോട്ടം റൈഡ് കഴിഞ്ഞിട്ട് നേരെ വന്നത് അഗത്തി ബീച്ചിലേക്കാണ്. ലാസ്റ്റ് ആയിട്ട് ഒന്ന് സൺസെറ്റ് ഒക്കെ കണ്ട് ഒരു ഗുഡ് ബൈ ഒക്കെ പറയാന്നുള്ളതാണ് പ്ലാന്. നാളെ രാവിലെ 9:30 ഫ്ലൈറ്റ്. ഒരു ഹാഫ് ആൻ അവർ 45 മിനിറ്റ്സ് മുന്നേ എയർപോർട്ടിൽ എത്തിയാൽ മതി. റൂമിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ് എടുക്കുള്ളൂ അവിടെ എത്താൻ. ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂളായിട്ട് നമുക്ക് എയർപോർട്ടിൽ ഓൺ ടൈമിൽ എത്താം. എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് എന്നത്തെയും പോലെ ഫ്ലൈറ്റ് 2 or 3 hours ലേറ്റ് ആണ്. എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാന്നല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. എയർപോർട്ടിന് തൊട്ടടുത്തുന്നത് കടലിൻ്റെ ഇങ്ങനത്തെ കുറേ നല്ല വ്യൂസ് ഒക്കെ കാണാൻ പറ്റും. സ്ലോലി ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലേക്ക് തിരിച്ച് പോകാനുള്ള ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. ഈ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ളത് 5 days 4 nights ആണ്. ഇത് നിങ്ങൾക്ക് 4 days 3 nights ആയിട്ട് പ്ലാൻ ചെയ്യാം. ഇതിനുള്ള കംപ്ലീറ്റ് ഐറ്റിനറിയും ഡീറ്റെയിൽസും കോൺടാക്ട്സും എല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ട്രാവൽ ചെയ്യുന്നത് വരെ ഗുഡ് ബൈ.